Hello all. Welcome from the Nordic Forest. നമ്മൾ നീമക്കുട്ടിനെ ലൈഫിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വാക്കിംഗ് ജീവിതത്തിൽ കുറച്ചും കൂടെ കൂടുതൽ ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. So this vlog we've captured couple of moments from end of March and beginning of April. സ്നോ ഒക്കെ മെൽറ്റായി, ഫോറസ്റ്റ് ഒക്കെ കുറച്ചും കൂടെ ക്ലിയർ ആയപ്പോഴത്തേക്കും we started going to the forest. നീമുക്ക് ഫോറസ്റ്റിൽ പോകാൻ ഇഷ്ടമാണ്. So we take him for a walk around the nearby forest. സ്നോ ഒക്കെ മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും ഫോറസ്റ്റ് becomes extremely lush, green. ആ ഡ്രൈ ആൻഡ് ഡാർക്ക് വിൻ്ററിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ എല്ലാത്തിനും ഒരു ജീവൻ വെച്ചൊരു ഫീലിംഗ് ആണ്. എല്ലാ ചെടികളും മരങ്ങളും ചെറിയ ചെറിയ ബുഷസും എല്ലാം തളർത്ത് വളരുന്ന ഒരു സ്റ്റേജാണ് സ്പ്രിങ്. നമ്മൾ ഫോറസ്റ്റിൽ കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഫ്രഷ് എയർ, ക്രിസ്പ് എയറിൻ്റെ ഒരു പ്രത്യേക മണം, ഈ ചെറിയ തളിരിലകളുടെ മണം, ആ മോസ് എല്ലാം പിന്നെയും ജീവൻ വെച്ച് വളർത്തുന്നതിൻ്റെ ഒരു നേരത്തെ ഒരു മണം നമുക്ക് കിട്ടും നമ്മൾ ഈ ഫോറസ്റ്റിൽ കൂടെ നടക്കുമ്പോൾ. നിയമം വന്നതിന് ശേഷം നടപ്പ് ഒരുപാട് കൂടിയിട്ടുണ്ട് ലൈഫിൽ. ഞാനധികം നടക്കുന്ന ആളല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഹീസ് ലിറ്ററലി ചേഞ്ച്ഡ് മൈ ലൈഫ് എന്ന് വേണേൽ പറയാം. നമ്മളിപ്പം താമസിക്കുന്ന ഇതിൻ്റെ അടുത്ത്, വളരെ അടുത്ത് തന്നെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിനകത്ത് നിറയെ ബ്ലൂബെറി ബുഷസും പൈൻ ട്രീസും മോസ്, പല പല ബിഗ് ഹ്യൂജ് ട്രീസ് ഒക്കെയുള്ള ഒരു ഫോറസ്റ്റാണ്. അവിടെ ഞങ്ങൾ ഇവനെ ഒരു 4 നേരം നമ്മൾ നടത്താൻ കൊണ്ടുപോകും. 20 minutes or half an hour. Sometimes it extends to 1 hour. ഒരു സെഷൻ ഓഫ് വാക്ക്. അതെല്ലാം കറങ്ങി ഞങ്ങൾ പിന്നെയും തിരിച്ച് റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് വരും. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടിനടുത്ത് നിന്ന് ഒരു 2 minutes അവേ ഒരു ചെറിയൊരു ഏരിയ ആണ്. അവിടെ കുറേ വീടുകളുണ്ട്, ചെറിയൊരു സ്ട്രീമൊക്കെ ഇവിടുത്തെ കമ്മ്യൂൺ ഉണ്ടാക്കിയിട്ടുണ്ട്, ജസ്റ്റ് ടു മേക്ക് us ഫീൽ ഹാപ്പി. ചിലപ്പം ഇതുവഴി ഡക്സൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പുല്ല് പോലും അധികം വളർന്നു തുടങ്ങിയിട്ടില്ല. ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് ഏർലി സ്പ്രിങ്. മാർച്ച് എൻഡിലാണ് ഞാനിത് ഈ ഫുട്ടേജസ് എടുത്തിരിക്കുന്നത്. മരങ്ങളിലൊന്നും ഇല കാണുന്നില്ല, അതെല്ലാം വളരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ചില മരങ്ങൾ വിൻ്ററിലും ഇലകളുണ്ടാവും, പക്ഷെ ചിലതിലുണ്ടാവില്ല. ഈ സ്ഥലങ്ങളെല്ലാം ഞാനിങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ പണ്ടൊന്നും ഞാൻ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ചിലപ്പോൾ ഞാൻ ചെവിയിൽ പാട്ട് വെച്ചിട്ടായിരിക്കും നടക്കുന്നത്, ചിലപ്പോൾ അതൊന്നും ഇല്ലാതായിരിക്കും നടക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓർത്ത് മറ്റടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ഇവന് ഒത്തിട്ടുള്ള ഒരു നടപ്പ് ഭയങ്കര ഒരു എനർജൈസിങ് ഫീലാണ് എനിക്ക് തരാറുള്ളത്. Thank you all. Thank you for watching.